ദക്ഷിണ കർണാടകയിൽ നിന്ന് 3000-ലധികം പെൺകുട്ടികളെ കാണാതായി. കർണാടകത്തിൽ നിന്ന് മാത്രം 30,000-ലധികം പെൺകുട്ടികളെ ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് കാണാതായി എന്നൊരു ആരോപണം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 2001-ലൊക്കെയാണ് ഈ വിഷയം വളരെയധികം സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു റിപ്പർ ചന്ദ്രന് മുൻപ് സൈനഡ് മോഹൻ്റെ കേസിൽ സൈനഡ് മോഹനെ പിടിക്കാൻ കാരണമായത് ലവ് ജിഹാദിൻ്റെ ഒരു ആരോപണവും അതുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായ കലാപങ്ങളുമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു വിവാദങ്ങൾ വളരെ മൂർച്ഛിച്ചിരുന്ന സമയമാണ്. അതിനുശേഷം ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ കൊട്ടാരക്കരയിൽ നിന്ന് ഇത്തരമൊരു സംഭവം പറഞ്ഞു കേട്ടത്. ആ +2 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് വലയിലാക്കി അതിനുശേഷം മതം മാറ്റത്തിന് നിർബന്ധിച്ചു. മഞ്ചേരിയിലെ സത്യസരണിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മതപഠന കേന്ദ്രമാണ്. ഈ പെൺകുട്ടികളെ മതപഠനത്തിനായി അങ്ങോട്ടേക്ക് എത്തിച്ച്, ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ വെച്ച് ഇവർക്ക് കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഒരു മുസ്ലിം ആയി ജീവിക്കാൻ ഈ ആൺ സുഹൃത്തിനോടൊപ്പം വിട്ടുകൊടുക്കുന്നു എന്ന ആരോപണങ്ങളാണ്. ഇതിലൊക്കെ വസ്തുത എന്താണെന്ന് നമുക്കും ബോധ്യമില്ല. എന്തായാലും ഈ സോന എൽദോസ് എന്ന് പറയുന്ന 21 വയസ്സുകാരിയായ പെൺകുട്ടി മരണപ്പെട്ടു. ആ മരണത്തിന് ഉത്തരവാദി എന്തായാലും റമീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഇയാളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലം പോലീസാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും അക്രമം ഇയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ എന്നടക്കം അറിയേണ്ടതുണ്ട്.